ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് PG വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രി 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ദൂരയാത്രയ്ക്കുള്ള പുറപ്പാടിലാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കാനഡയുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ വേറൊരു പ്രൊവിൻസിൽ പോവാണ്. സാധാരണ ഓരോ പുതിയ സ്ഥലങ്ങൾ പോകുമ്പോൾ ഞാൻ പുതിയ കാഴ്ചകളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചു തരാറുള്ളത്. പക്ഷേ ഈ യാത്ര അങ്ങനെ കാഴ്ചകൾ കാണാനുള്ള യാത്രയൊന്നുമല്ല. നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും കുറച്ച് വെക്കേഷനൊക്കെ ബാക്കിയുണ്ട് ജൂൺ സ്ഥലത്ത്. അപ്പോൾ അത് കുറച്ച് 2-3 ദിവസം എടുത്ത് ഞങ്ങൾ 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നിങ്ങൾ ഈ വ്ളോഗ് എൻജോയ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്റ്റേ ചെയ്യും. ഇതൊരു റീസെൻറ്റ് വ്ളോഗേ അല്ല കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത വിഷ്വൽസൊക്കെ കൂട്ടിച്ചേർത്ത് എനിക്കിതൊരു സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു വ്ളോഗാക്കി ഇടണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇടുന്നതാണ്. അല്ലാതെ സാധാരണ നിങ്ങൾ കാണുന്ന പോലത്തെ വീഡിയോസും പിന്നെ കാഴ്ചകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളങ്ങനെ ഹാലിഫാക്സിലേക്കാണ് എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ വണ്ടി റെൻറ്റിന് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടർ എവിടെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട് ഹാലിഫാക്സിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ വഴിയെ ഈ വീഡിയോയിൽ അതൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഹാലിഫാക്സ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കാറ് എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ എടുക്കാൻ പോകുന്ന കാറിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാർ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിഷ്വലി എല്ലാം ചെക്ക് ചെയ്യണം അവർക്ക്. നമ്മൾ ഇനി തിരിച്ച് കൊണ്ടുവരുമ്പോൾ വല്ല തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടോയെന്നൊക്കെ അവർക്ക് അറിയണമല്ലോ. അപ്പം നമ്മളും കാറിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 2-3 ദിവസം നമ്മൾ ഈ വണ്ടിയിലായിരിക്കും യാത്ര. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടി ഫുൾ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ വണ്ടി ഒരു കുട്ടി മിനി വണ്ടിയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. യാത്രയും നല്ല സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സമയത്ത് നല്ല ക്ലൈമറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിനും സ്നോ തുടങ്ങി. ഇതാണ് കാനഡയിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വെതറൊന്നും നോക്കാതെ രാവിലെ സൂര്യനെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കിനും ഇതേമാതിരി പനി പാളിന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ട്രിപ്പ് വലിയ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത ട്രിപ്പേ അല്ല കേട്ടോ. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നി. ടിക്കറ്റ് എടുത്തു, ലീവൊക്കെ സാങ്ഷനായി, അങ്ങനെ പുറപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് കാണാനുള്ളതൊന്നുമില്ല. പക്ഷേ ഈ സ്ഥലമായിട്ടും ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ്. കാരണം കാനഡയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 4 കൊല്ലം നമ്മളിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. അധികം കാനഡ എന്ന് തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാനഡയാണെന്നൊന്നും തോന്നില്ല അവിടെ ജീവിച്ചത്. അതുമാതിരി ഒരു കുട്ടി സ്ഥലമാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വന്നു, അവിടെ 4 വർഷം നിന്നു, അറിയുന്ന ആൾക്കാരാണ് മൊത്തം. അപ്പോൾ അത് കാരണം ഈ സ്ഥലത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കേപ്പ് ബ്രിട്ടൻ ഐലൻഡ്. അവിടെ ഒരു സിഡ്നി എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിറ്റിയിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സിനെ എല്ലാവരും കാണാനാണ് മെയിൻലി ഈ യാത്ര. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അവർക്ക് ഓൾറെഡി ഞങ്ങൾ വരുന്ന കാര്യം അറിയാം. പക്ഷെ ഞങ്ങൾ നേരം വൈകിട്ടാണ് എത്താമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ പോയി സർപ്രൈസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ആദ്യം നമ്മൾ ജിജു ആൻഡ് ഗീതുവിനെയാണ് കാണാൻ പോകുന്നത്. ഞങ്ങളറിയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്നാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയാണ്, ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് സങ്കടമോ സന്തോഷമോ എന്തുണ്ടെങ്കിലും നമ്മൾ വീട്ടുകാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വിളിച്ച് പറയുന്നത് ഇവരെയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്.
സെക്രട്ടറി വിളിക്കുന്ന ഡൗട്ട് ഉണ്ട്. എന്താ ഇങ്ങനെ അതാണ് ഞങ്ങൾ കറക്റ്റ്. ഈ അമ്മൂമ്മയോട് കിട്ടി കളർ നല്ലതല്ലേ കുട്ടി? ഞാൻ ഈ കളർ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഫസ്റ്റ് അവരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനിയുള്ള ആർക്കും നമ്മൾ ഇവിടെ വരുന്ന കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എത്രമാത്രം സക്സസ്ഫുൾ ആവണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കിഷ്ടം അങ്ങനെ എല്ലാവരെയും സർപ്രൈസ് ചെയ്യാനും സർപ്രൈസ് കിട്ടാനും ഇഷ്ടമാണ്. പക്ഷേ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാണ് രാഹുൽ. ഇവനും ഞങ്ങളുടെ ക്ലോസ് ഫാമിലിയിലുള്ള ഒരാളാണ്. എങ്ങനെയുണ്ടോടാ സർപ്രൈസ്? ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? കഴിയിട്ടില്ല. അങ്ങനെ ആദ്യത്തെ മിഷൻ തന്നെ വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് മിഷനിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം വീട് ലോക്ക്ഡാണ്. പിന്നെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ചമ്മി നാറിയെന്ന് വേണമെങ്കിൽ പറയാം. അവസാനമായപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. ഇവർ നാട്ടിലേ ഉള്ള ഫ്രണ്ട്സാണ്. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതൊരു സക്സസ്ഫുൾ മിഷനായിരുന്നു. ഇത് പ്രിയ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ പ്രിയനെ ഞങ്ങൾ ജോലി സ്ഥലത്ത് പോയി പിക്ക് ചെയ്യാനായിട്ട് പോയതാണ്. ഈ എക്സ്പ്രഷൻ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. കുട്ടി ഞങ്ങൾ വരുന്നത് ഇല്ല. നെക്സ്റ്റ് എൻ്റെ ഫ്രണ്ട് ജിതയുടെ വീട്ടിലേക്കാണ് പോയത്. കാനഡയിൽ ഞാൻ കാല് കുത്തി അന്ന് തൊട്ട് ഇന്ന് വരെ അറിയുന്ന ഒരാളാണ് ഇത്. നമ്മൾ ദിവസം വിളിക്കുകയോ ആഴ്ചയിൽ വിളിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വിളിക്കത്തുള്ളൂ. പക്ഷെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 എത്ര മണിക്കൂർ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ടോപ്പിക്സിൽ സംസാരിക്കുന്ന ആ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അതുമാതിരി ഒരാളാണിത്. എന്തിനാ ഞാൻ ഇവരെന്താ അങ്ങനെ തൽക്കാലം സർപ്രൈസിങ് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും പെറുക്കിയെടുത്ത് ഞങ്ങൾ അടുത്തുള്ള ഒരു ഇന്ത്യൻ കഫേക്ക് വന്നേക്കാണ്. ഞാൻ തന്തൂരി ചിക്കൻ ഓർഡറാണത്. എൻ്റെ മെനു അടിച്ചു ബർത്ത്ഡേ പാട്ടൊക്കെ പാടണോ? അത്രയും വേണം. കത്തിച്ച് മുറിച്ചാൽ മതി. ഞങ്ങൾ ബാക്കിൽ പാട്ട് പഠിക്കും. അങ്ങനെ വളരെ വിചിത്രമായ ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളുമായി. എത്ര വയസ്സാണ്? 29. എത്ര വർഷം മുന്നേ? ഞാൻ തന്നെ ചേട്ടൻ വിളിക്കണമല്ലോ. 21 വയസ്സ്. അത് മുറിക്കണം. അതാണ് നിന്റെ ബർത്ത്ഡേയുടെ പണിഷ്മെന്റും. ബർത്ത്ഡേയില് കറക്റ്റ് മുറിച്ച് കേക്ക് കട്ട് ചെയ്ത് പീസായിട്ട് വരണം. കറക്റ്റ് പീസായിട്ട് വരണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? അതന്നെ, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മുറിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.
അങ്ങനെ സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ നേരെ വാൾമാർട്ട് സൂപ്പർ സ്റ്റോറിലേക്ക് പോയി. ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ മാനേജറെ കാണാൻ ഉള്ള പോക്കാണിത്. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാനുള്ള നിപ്പാണിത്. പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടാവില്ല, എന്നാലും എടുക്കുന്നു. ഇത്ര എക്സ്പ്രഷൻസ് ഉള്ളോടാ ഞങ്ങളെ കാണുമ്പോൾ എനിക്ക്. അങ്ങനെ തേർഡ് ഡേ മോർണിംഗ് ഞാൻ കാണാൻ പോകുന്നത് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഫോൺ എടുക്കുമെന്ന് പറയുന്ന ഒരു ഫ്രണ്ടില്ലേ, അങ്ങനെയുള്ള ഒരു ഫ്രണ്ടേ അല്ല ഇവൻ. ആവശ്യത്തിന് പോലും ഫോൺ എടുക്കില്ല, അങ്ങനെയുള്ള ഒരാളാണ് ഇവൻ. ഇവിടുത്തെ കോളേജ് ലൈഫിൽ എനിക്ക് 3 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ കാണുന്ന ജസ്റ്റിൻ. ഞാൻ നേരത്തെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ആൾ പാവയ്ക്ക കേട്ടോ. അടുത്തത് നമ്മൾ പോയത് കെവിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് രണ്ടാമത്തെ ആള്. ഇവരിടയിൽ നോവ സ്കോഷ്യയിലാണ്. ഒരാളും കൂടി ഉണ്ട്, പുള്ളിക്കാരൻ ആൽബർട്ടയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കെവിനെയും കൂടിയും കണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ 3 ദിവസം അവിടെ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ആൽബർട്ടയ്ക്ക് പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസും ഫോട്ടോസും എല്ലാതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞാനൊരു തട്ടിക്കുട്ടി വ്ളോഗാണ് ചെയ്യുന്നത്. എനിക്കറിയാം ഇതിനൊരു കണ്ടിന്യൂറ്റി ഇതൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടാണ് ഞാനൊരു വ്ളോഗാക്കി ഇതിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.